ഹായ് വീവേഴ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? എല്ലാവർക്കും ദൈവത്തിൻ്റെ രക്ഷയും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാനൊരു അടിപൊളി സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ്. കൊഴുക്കട്ട എന്നും പറയും ഇതിന്. അപ്പോൾ ആദ്യമായിട്ടാണ്, എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം, അതിൽ ഓൾ തന്നെ സെലക്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെക്കണം. ഇപ്പോൾ 2 കപ്പ് വെള്ളത്തിലേക്ക് ഞാൻ 1 കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് മൂടി വെച്ചിട്ട് നമുക്ക് തിളക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി മൂടി വെച്ച ശേഷം നമുക്ക് തിളക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് 1 കപ്പ് അരിപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം ഇതിൻ്റെ പകുതി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബാക്കിയുള്ള അരിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയ ശേഷം നമുക്കിത് തണുക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്കിത് മാറ്റി വെക്കാം. ഇനി വേറൊരു പാനിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചെറുതാക്കിയിട്ട് ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് 2 ഏലക്കായ ചതച്ചിട്ട് അത് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ കുറച്ച് ചുക്കുപൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചുക്കുപൊടി ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് നമ്മുടെ ഈ സ്വീറ്റിന് ഉണ്ടാവുക. അപ്പോൾ ഏകദേശം ഒരു 1/2 ടീസ്പൂൺ ചുക്കുപൊടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചുക്കുപൊടി ഇല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ജീരകം ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതി. 1 ടീസ്പൂൺ ചെറിയ ജീരകം ചതച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പൊടിച്ച ശർക്കര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമ്മളിത് മിക്സ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ നമ്മുടെ മാവ് ഏകദേശം ചൂടാറിയിട്ടുണ്ട്. അത് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഓയിലാക്കിയിട്ട് കുഴച്ചെടുക്കാം. അതിന് ശേഷം ഓരോ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കണം. നമ്മുടെ കൊഴുക്കട്ട എത്ര വലുപ്പം വേണോ അതിനനുസരിച്ച് നമുക്കിത് ബോൾസ് ആക്കിയിട്ട് എടുക്കാം. ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കൂടുതൽ ടേസ്റ്റും അത് തന്നെയാണ്. അപ്പോൾ നമുക്ക് കട്ടി കുറച്ച് പരത്തിയിട്ട് അതിനനുസരിച്ച് ഉരുട്ടിയിട്ടെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു വലിപ്പത്തിലാണ് ഞാനിത് ബോൾസ് ആക്കിയിട്ട് എടുത്തിട്ടുള്ളത്. ഇനി ഇതുപോലെ ചെറിയതാക്കിയിട്ട് പരത്തിയിട്ടെടുക്കാം. പ്രസ് വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ വെച്ചിട്ട് നമുക്കിത് പരത്തിയിട്ടെടുക്കാം. എന്നിട്ട് കുറേശ്ശെയായിട്ട് ഈ പത്തിരിയുടെ ഉള്ളിൽ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ബോൾസ് ആക്കിയിട്ട് വീണ്ടും ബോൾസ് ആക്കിയിട്ട് കൊടുക്കാം. ഇപ്പോൾ ചെറിയ പൊട്ടിപ്പോകുന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്കൊന്ന് ഗ്യാപ്പൊക്കെ ഒന്ന് അടച്ചു കൊടുത്തിട്ട് ഇതുപോലെ എല്ലാതും ബോൾസ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇതുപോലെ മുഴുവനായിട്ട് നമുക്ക് ബോൾസ് ആക്കി എടുക്കണം. ഞാനിപ്പോൾ ഇത് മുഴുവനായിട്ടും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളക്കാനായിട്ട് വെക്കണം. അപ്പോൾ ഒന്ന് മൂടി വെച്ചിട്ട് നമുക്കിത് തിളപ്പിച്ചെടുക്കാം. പെട്ടെന്ന് തിളക്കാൻ വേണ്ടിയിട്ട് മൂടി വെക്കാം. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒരു ഹോൾസുള്ള പാത്രത്തിൽ നമുക്ക് നമ്മുടെ കൊഴുക്കട്ട ഇതുപോലെ വെച്ച് കൊടുക്കാം. ആദ്യം അതിനടിയിൽ കുറച്ച് ഓയിലോ വെളിച്ചെണ്ണ എന്തെങ്കിലും ഒന്ന് പുരട്ടി കൊടുക്കാം, ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പരസ്പരം ഇങ്ങനെ ഒട്ടാത്ത വിധത്തിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് നമുക്കിത് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റിന് ശേഷം ഇത് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്.
നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റിയും വളരെ ഹെൽത്തിയും ആയിട്ടുള്ള കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്, എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവും. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവുന്നൊരു സ്വീറ്റാണ്. എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാത്ത വിഭവം ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് നല്ല ഹെൽത്തി ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം. അതിൽ ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ കാണും, അതിൽ ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത് തന്നെ നല്ലൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ബൈ.